Good morning, my dears. Next topic, process selection. Operations management product design complete ആയതിനു ശേഷം നമ്മൾ ഇത്ര സമയം ഡിസ്കസ് ചെയ്തത് പ്രൊഡക്റ്റ് ഡിസൈനെ കുറിച്ചിട്ടായിരുന്നു. Then next topic, process selection. What is meant by process selection? Process selection refers to deciding on the way production of goods or services will be organized. Then അവിടെ പ്രോസസ് സെലക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഏതൊരു രീതിയിലൂടെ ആയിരിക്കണം നമ്മൾ ആ പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യേണ്ടത്. ദ വേ, ദ മെത്തേഡ് ഈസ് കോൾഡ് ആസ് പ്രോസസ് അല്ലേ. അതായത് നമുക്കൊരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ പല രീതിയിലും ചെയ്യാം. അപ്പോൾ ഏറ്റവും ഈസിയസ്റ്റ് വേ ഏതാണ്, ഏത് മെത്തേഡാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് എന്നതിനെയാണ് നമ്മളവിടെ പ്രോസസ് സെലക്ഷൻ എന്ന് പറയുന്നത്. എപ്പോഴും നമ്മൾ ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റിൽ നമ്മൾ പഠിക്കുന്നൊരു മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത് എന്താ, ഓപ്പറേഷൻസ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് എ കൺവേർഷൻ ഓഫ് റോ മെറ്റീരിയൽസ് ഇൻ ടു ഫിനിഷ്ഡ് പ്രോഡക്റ്റ്. റോ മെറ്റീരിയൽസിനെ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആക്കി മാറ്റുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. അതിനെയാണ് ഓപ്പറേഷൻസ്. ദെൻ അവിടെ നമ്മൾ മാനേജീരിയൽ ടെക്നിക്സ് അപ്ലൈ ചെയ്യുന്നതിനെയാണ് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. സെക്കൻഡ് ചാപ്റ്ററിലെ ഫെസിലിറ്റീസ് പ്ലാനിങ് പഠിച്ചു. ദെൻ അതിൽ തന്നെ പ്രോഡക്റ്റ് ഡിസൈൻ, ഒരു പ്രൊഡക്റ്റ് എങ്ങനെയാണ് ഡിസൈൻ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പഠിച്ചു. ദെൻ നെക്സ്റ്റ് ആണ് നമ്മൾ പ്രോസസ് സെലക്ഷൻ എന്ന് പറയുന്നത് ഫെസിലിറ്റീസ് പ്ലാനിങ്ങിലെ. ദെൻ പ്രൊഡക്റ്റ് ഡിസൈൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ എ കമ്പനി. ഇറ്റ് കനോട്ട് ബി ഡൺ സെപ്പറേറ്റ്ലി ഫ്രം ദ സെലക്ഷൻ ഓഫ് ദ പ്രോസസ്. അതായത് പ്രൊഡക്റ്റ് ഡിസൈൻ എന്ന് പറയുന്നത് വളരെ കസ്റ്റമേഴ്സിന് ആവശ്യമായിട്ടുള്ള പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്തെടുക്കുക എന്ന് പറയുന്നത് വളരെ റിസ്കി ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. എങ്കിൽ കൂടെ അതോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കുമാണ് ഇത് പ്രോസസ് സെലക്ഷൻ എന്ന് പറയുന്നത്. ദെൻ പ്രോസസ് സെലക്ഷൻ്റെ മീനിങ് ഞാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പ്രോസസ് സെലക്ഷൻ റെഫേഴ്സ് ടു പ്രോസസ്, അതായത് വേ, മെത്തേഡ് എന്നൊക്കെ പറയാം. പ്രോസസ് സെലക്ഷൻ റെഫേഴ്സ് ടു ഡിസൈഡിങ് ഓൺ ദ വേ production of goods or services will be organized. Production of goods or services will be organized. അതായത് ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനാണെങ്കിലും അതുമല്ലെങ്കിൽ നമ്മൾ ഓഫർ ചെയ്യുന്ന സർവീസസ്, ആ സർവീസസ് ഇപ്പോൾ ടൈലറിങ് ഒരു സർവീസാണ്, എഡ്യൂക്കേഷൻ ഒരു സർവീസസാണ്, ബാങ്കിങ് എന്ന് പറയുന്ന സർവീസസാണ്. നമ്മൾ എന്താണോ ചെയ്തു കൊടുക്കുന്നത് ആ സർവീസസ് എങ്ങനെയായിരിക്കണം, ഏത് രീതിയിലൂടെയാണ് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നതിനെയാണ് അതിൻ്റെ ഒരു സെലക്ഷൻ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രോസസ് സെലക്ഷൻ എന്ന് പറയുന്നത്. എ പ്രോസസ് ക്യാൻ ബി വൈഡ്ലി ഡിസൈൻഡ് on that is as a way to convert raw material into finished product which is desired by a customer. ഒരു കസ്റ്റമറുടെ മനസ്സിൽ കണ്ടിരിക്കുന്ന രീതിയിലേക്ക് നമ്മൾ ആ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ അദ്ദേഹം ഇപ്പോൾ നമ്മുടെ ഹെയർ കട്ടിങ് ദെൻ വൺ ഓഫ് ദി സർവീസാണ് അല്ലേ. നല്ല രീതിയിൽ മുടി വെട്ടി കൊടുക്കുക, ഡിസൈൻ ചെയ്യുക എന്ന് പറയുന്നത് അതൊരു സർവീസാണ്. ദെൻ അവിടെ കസ്റ്റമറുടെ നീഡ്സിനനുസരിച്ച്, കസ്റ്റമറുടെ ആവശ്യത്തിനനുസരിച്ച്, അയാളുടെ ആഗ്രഹത്തിനനുസരിച്ച് നമ്മളത് ഡിസൈൻ ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നതാണ്. ദെൻ ആ ചെയ്യുന്ന രീതി, ആ രീതിയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രോസസ്സ് എന്ന് പറയുന്നത്. പ്രോസസ് ക്യാൻ ബി വൈഡ്ലി ഡിഫൈൻഡ് ആസ് the way to convert raw material into finished product which is desired by a customer. അതായത് ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും, ഇപ്പം ഇതിവിടെ പ്രൊഡക്റ്റിൻ്റെ കേസിലാണെങ്കിൽ സർവീസസിൻ്റെ കേസിലാണെങ്കിലും അതങ്ങനെ തന്നെയാണ്. കസ്റ്റമേഴ്സിൻ്റെ മനസ്സിലുള്ള ആശയങ്ങൾക്കനുസരിച്ച് അവരുടെ അഭിരുചിക്കനുസരിച്ച് പ്രോഡക്റ്റ് നമ്മൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് പ്രോസസ് സെലക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നിരുന്നാലും നമുക്കറിയാം ദറ്റ് ഈസ് ടൈപ്സ് ഓഫ് ഇൻഡസ്ട്രി ഡിസൈഡ്സ് ദ ടൈപ്പ് ഓഫ് റോ മെറ്റീരിയൽ, പ്രോസസ് ആൻഡ് പ്രോഡക്റ്റ്. ഇറ്റ് വാരീസ് ഫ്രം ഇൻഡസ്ട്രി ടു ഇൻഡസ്ട്രി. ഇൻ ദ കേസ് ഓഫ് മൈനിങ്, അതായത് ഇപ്പോൾ നമുക്ക് പറയാം, ഇപ്പോൾ പ്രോസസ്സ് എന്ന് പറയുമ്പോൾ ഞാൻ പ്രോസസ് സെലക്ഷൻ എന്ന് പറയുമ്പോൾ ടൈലറിങ് ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞു. അതേപോലെ തന്നെ ഹെയർ കട്ടിങ് സലൂൺസ് ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞു. ബാങ്കിങ് സർവീസസിനെ കുറിച്ച് പറഞ്ഞു. ദെൻ ഇനി വേറെ നമുക്ക് പറയാം മൈനിങ് ഇൻഡസ്ട്രീസ് എന്ന് പറയാം. അതായത് അത്തരത്തിലുള്ള ഇൻഡസ്ട്രികളെ സംബന്ധിച്ച് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രീസ്, ഇവിടെയൊക്കെ പലതിൻ്റെയും ബിസിനസ്സിൻ്റെ നേച്ചർ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഈ ഡിഫറെൻ്റ് ആയിട്ടുള്ള നേച്ചറിനനുസരിച്ച് അവിടെ കസ്റ്റമേഴ്സ് ആഗ്രഹിക്കുന്ന രീതിയിൽ ആ പ്രോഡക്റ്റ് അവരിലേക്ക് എത്തിച്ചു കൊടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ പ്രോസസ് സെലക്ഷൻ എന്ന് പറയുന്നതിൽ ടൈപ്സ് ഓഫ് ഇൻഡസ്ട്രി ഡിസൈഡ്സ് ദ ടൈപ്പ് ഓഫ് റോ മെറ്റീരിയൽ പ്രോസസ് ആൻഡ് ദ പ്രോഡക്റ്റ്. ഇറ്റ് ഈസ് വാരീസ് ഫ്രം ഇൻഡസ്ട്രി ടു ഇൻഡസ്ട്രി. ദെൻ അതിൻ്റെ വേ അല്ലെങ്കിൽ അതിൻ്റെ മെത്തേഡ് എന്ന് പറയുന്നത് ഇൻഡസ്ട്രി ടു ഇൻഡസ്ട്രി അത് വ്യത്യാസമായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇൻ ദ കേസ് ഓഫ് മൈനിങ് എ പ്രോസസ് ഇൻവോൾവ്സ് removal of the ore from the earth and it is preparation of next stage which is refining at a mill. അതായത് മൈനിങ് ഖനനം ചെയ്തെടുക്കുന്നൊരു പ്രോസസ്സിലാണെങ്കിൽ ദെൻ ഓരോ ഘട്ടങ്ങളായിട്ട് നമുക്കറിയില്ല, അതായത് ഭൂമിയിൽ നിന്ന് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മളതിനെ കുഴിച്ചെടുക്കുകയും നമുക്ക് ആവശ്യമായിട്ടുള്ള ആ ഒരു പ്രോഡക്റ്റിലേക്ക് എത്തിച്ചേരുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ട് പ്രോസസ്സാണ്. അപ്പോൾ ഇവിടെ പല ഇൻഡസ്ട്രികളിലും അതിനനുസരിച്ച് നമ്മൾ ചെയ്യുന്ന സെലക്ഷൻ വ്യത്യാസമായിരിക്കും.
It is then production or operation function is primary function of industrial enterprises. എപ്പോഴും ഒരു പ്രോസസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ സെക്ടർ. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് കൺവെർഷൻ പ്രോസസ്, ട്രാൻസ്ഫോർമേഷൻ പ്രോസസ്, which helps to transform input into output. Selecting the best manufacturing process for any product is a key area of engineering and one whose importance is increasing. അതായത് സെലക്ഷൻ ദ ബെസ്റ്റ് മാനുഫാക്ചറിങ് പ്രോസസ്സ്, ഏത് രീതിയിൽ ആ പ്രൊഡക്റ്റ് ചെയ്തു കൊടുക്കണം എന്ന് പറയുന്ന ആ മെത്തേഡ് സെലക്ട് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കീ ഫീച്ചർ. ഇറ്റ് ഈസ് എ കീ ഫീച്ചർ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് വൺ ഹൂസ് ഇമ്പോർട്ടൻസ് ഈസ് ഇൻക്രീസിങ്. അതായത് തീർച്ചയായിട്ടും ഏത് രീതിയിലാണ് നമ്മൾ ചെയ്തു കൊടുക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് വ്യത്യസ്തമായിട്ടുള്ള ഒന്നാണ്. അപ്പോൾ ഇവിടെ പറയാനുള്ളത് പ്രോസസ് സെലക്ഷൻ എന്ന് പറയുമ്പോൾ കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ് ആൻഡ് വാണ്ട്സ് മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ച് പല രീതിയിലും ഇപ്പം നമ്മളൊരു വീട് ഡിസൈൻ ചെയ്ത് കൊടുക്കാം അല്ലേ, ദെൻ അവിടെ കസ്റ്റമേഴ്സിൻ്റെ എല്ലാ വീടുകളും ഒരുപോലെയല്ലല്ലോ, ദെൻ അവിടെ എന്താണ് കസ്റ്റമേഴ്സ് നീഡ്സ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അവരുടെ അഭിരുചികൾക്കനുസരിച്ച് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് നമ്മളത് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നത് കണ്ടോ. ദെൻ എന്നാൽ എങ്കിൽ കൂടെ ചില പ്രോഡക്റ്റുകൾ എല്ലാം ഒരേപോലെയുള്ള നമ്മൾ പാക്കഡ് കമ്മോഡിറ്റീസൊക്കെ നമ്മൾ മേടിക്കുമ്പോൾ ചില ബുക്സൊക്കെ മേടിക്കുമ്പോൾ എല്ലാം ഒരു ബാച്ചിൽ വരുന്ന പ്രോഡക്റ്റുകളൊക്കെ ഒരേപോലെ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് പല രീതിയിലാണ്. അതായത് ചില പ്രോഡക്റ്റുകൾ കോമൺ ആയിട്ട് എല്ലാവർക്കും ഒരുപോലെ പ്രൊഡ്യൂസ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. എന്നാൽ ചില പ്രോഡക്റ്റുകൾ അല്ലെങ്കിൽ ചില സർവീസസ് എന്ന് പറയുന്നത് കസ്റ്റമേഴ്സിൻ്റെ അഭിരുചിക്കനുസരിച്ച് നമ്മൾ പ്രിപ്പയർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ ഏത് രീതിയിലാണ് ചെയ്യേണ്ടതെന്ന് പറയുന്ന ആ പ്രോസസ് സെലക്ഷൻ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ് എന്ന് പറയാം. അതാണ് ഡിഫറെൻ്റ് എന്ന് പറയുന്നത്. സോ പ്രോസസ് സെലക്ഷൻ ഈസ് എ major strategic decision as it involves allocation of men, material and financial resources. Production engineering provides expert support services for this process selection. Then അതായത് പ്രോസസ് സെലക്ഷൻ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് സ്ട്രാറ്റജിക് ഡിസിഷൻ എന്ന് പറയുമ്പോൾ മാനേജ്മെൻറ്റ് എടുക്കുന്ന വളരെ വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്ട്രാറ്റജിക് ഡിസിഷനാണ് ഇത്. തന്ത്രപൂർവ്വം, അതായത് ശരിക്കും കസ്റ്റമേഴ്സ് ഇഷ്ടപ്പെടുന്ന രീതിയിലായിരിക്കും വേണം, എന്നാൽ മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അത് കൺവീനിയൻ്റ് ആയിരിക്കണം, ഈസി വേ ഓഫ് പ്രൊഡക്ഷൻ ആയിരിക്കണം, കോസ്റ്റ് എഫിഷ്യൻസി ഉണ്ടായിരിക്കണം, പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാനായിട്ട് സാധിക്കണം. ഇങ്ങനെ ഒരുപാട് ഒബ്ജക്റ്റുകൾ ഏതിൻ്റെ പിറകിലുണ്ടായിരിക്കാം, ഈ ഒരു പ്രോസസ്സ് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ലഭ്യമാവും. അതുകൊണ്ടാണ് പറയുന്നത് പ്രോസസ് സെലക്ഷൻ ഈസ് എ മേജർ സ്ട്രാറ്റജിക് ഡിസിഷൻ ആസ് ഇറ്റ് ഇൻവോൾവ്സ് അലോക്കേഷൻ ഓഫ് മെൻ, മെറ്റീരിയൽ ആൻഡ് ഫൈനാൻഷ്യൽ റിസോഴ്സസ്. Production engineering provides expert support services for this process selection. Then അവിടെ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന സെക്ഷൻ ഇറ്റ് പ്രൊവൈഡ്സ് എക്സ്പെർട്ട് സപ്പോർട്ട് സർവീസസ് ഫോർ ദിസ് പ്രോസസ് സെലക്ഷൻ. ഇപ്പോൾ വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചില പ്രോഡക്റ്റുകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലത്ത് ശരിയായിട്ടുള്ള രീതിയിൽ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിൽ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് പ്രൊവൈഡ്സ് എക്സ്പെർട്ട് സപ്പോർട്ടിംഗ് സർവീസ്, വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള സപ്പോർട്ടിംഗ് സർവീസസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ഫോർ പ്രോസസ് സെലക്ഷൻ. അപ്പോൾ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് സെക്ഷനിൽ നിന്ന് ഏത് രീതിയിലാണ് ഇത് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് സെലക്ട് ചെയ്ത് തരാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ട് വാട്ട് ഈസ് മെൻ ബൈ പ്രോസസ് സെലക്ഷൻ. പ്രോസസ് സെലക്ഷൻ റെഫേഴ്സ് ടു ഡിസൈഡിങ് ഓൺ ദ വേ ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് വിൽ ബി ഓർഗനൈസ്ഡ്. സാധനങ്ങളോ സേവനങ്ങളോ ഏത് രീതിയിലാണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് അല്ലെങ്കിൽ സെലക്ട് ചെയ്യുന്നൊരു ടെക്നിക്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രോസസ് സെലക്ഷൻ. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ദെൻ നെക്സ്റ്റ് വൺ ഈസ് പ്രോസസ് സെലക്ഷൻ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോസസ്. നെക്സ്റ്റ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോസസ്. It may be classified into two. Next, types of process. Types of process. It may be classified into two. രണ്ട് തരത്തിൽ നമുക്ക് അതിനെ ക്ലാസിഫൈ ചെയ്യാം. Then first one is intermittent operations. Intermittent operations, and second one is continuous operations. എന്താ പറയുന്നത്?
ടൈപ്സ് ഓഫ് പ്രോസസ്സ്, അതായത് ഈ പ്രോസസ്സുകളെ ഏതൊക്കെ രീതിയിലാണ് നമുക്ക് തരംതിരിക്കുക എന്നുള്ളതാണ്. ദെൻ ടൈപ്സ് ഓഫ് പ്രോസസ്സ് ഇറ്റ് മേ ബി ക്ലാസിഫൈഡ് ഇൻ ടു ടു, ദാറ്റ് ഈസ് ഇൻ്റർമിറ്റൻറ്റ് ഓപ്പറേഷൻസ് ആൻഡ് കണ്ടിന്യൂസ് ഓപ്പറേഷൻസ്. രണ്ട് തരത്തിൽ നമുക്കതിനെ ക്ലാസിഫൈ ചെയ്യാം. വാട്ട് ഈസ് മെൻ ബൈ ഇൻ്റർമിറ്റൻറ്റ് ഓപ്പറേഷൻ? എന്തിനെയാണ് നമ്മൾ ഇൻ്റർമിറ്റൻറ്റ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്? ദെൻ ഇൻ ദ ഇൻ്റർമിറ്റൻറ്റ് പ്രൊഡക്ഷൻ സിസ്റ്റം ഗുഡ്സ് ആർ പ്രൊഡ്യൂസ്ഡ് അക്കോർഡിംഗ് ടു ദ കസ്റ്റമർ ഓർഡർ. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഇൻ്റർമിറ്റൻറ്റ് ഓപ്പറേഷൻ? Intermittent operations or intermittent operation system, that means goods are produced according to consumer needs, customer needs. അതായത് കണ്ടിന്യൂസ് പ്രോസസ്സ് എന്ന് പറയുന്നതും ഇൻ്റർമീഡിയറ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നതും വ്യത്യാസമുണ്ട്. കണ്ടിന്യൂസ് എന്ന് പറയുന്നത് തുടർച്ചയായിട്ട് നമ്മളിങ്ങനെ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന, ഒരേപോലെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് കണ്ടിന്യൂസ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രോസസ് സെലക്ഷൻ എന്ന് പറയുന്നത് ഒരു പ്രോഡക്റ്റോ സർവീസോ, അത് ആദ്യം മനസ്സിലാക്കാം. ഒരു പ്രോഡക്റ്റോ സർവീസോ നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ രണ്ട് രീതിയിൽ നമുക്കതിനെ ഡിസൈഡ് ചെയ്യാം. ഫസ്റ്റ് വൺ ഈസ് ഇൻ്റർമിറ്റൻറ്റ് ഓപ്പറേഷൻസ്, സെക്കൻഡ് വൺ ഈസ് കണ്ടിന്യൂസ് ഓപ്പറേഷൻസ്. കണ്ടിന്യൂസ് ഓപ്പറേഷൻസിൽ തുടർച്ചയായിട്ട് നമ്മൾ എന്ത് കണ്ടിന്യൂസ് പ്രൊഡക്ഷനാണ്. എന്നാൽ ഇൻ്റർമിറ്റൻറ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ദാറ്റ് മീൻസ് ഇൻ്റർമിറ്റൻറ്റ് പ്രൊഡക്ഷൻ സിസ്റ്റം ഗുഡ്സ് ആർ പ്രൊഡ്യൂസ് അക്കോർഡിംഗ് ടു കസ്റ്റമേഴ്സ് നീഡ്സ് ഓർ കസ്റ്റമേഴ്സ് ഓർഡർ. ഓരോ കസ്റ്റമർക്കും ഒരേ രീതിയിലാണ്. ടൈലറിംഗ് ഒക്കെ ഞാനിപ്പോൾ എക്സാമ്പിളായിട്ട് പറയുന്നത് വെച്ചാൽ കസ്റ്റമറുടെ അഭിരുചിക്ക് അനുസരിച്ച്, അവരുടെ ടേസ്റ്റിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, അവരാവശ്യപ്പെടുന്ന രീതിയിൽ നമ്മൾ തയ്ച്ചു കൊടുക്കാറുണ്ട്, അല്ലേ? കൺസ്ട്രക്ഷൻ ഓഫ് ബിൽഡിംഗ്, കൺസ്ട്രക്ഷൻ ഓഫ് ഹൗസസ് എന്നൊക്കെ പറയുന്നതും എല്ലാം എന്താണ്, ഓരോരുത്തരുടെയും അഭിരുചിക്കനുസരിച്ച് ചെയ്തു കൊടുക്കുന്നതാണ്. അതുപോലെ ഹെയർ കട്ടിങ് എന്ന് പറയുന്നതും ഞാൻ വളരെ പെട്ടെന്ന് മനസ്സിലാവാനായിട്ട് പറയുന്നതാണ്. ഇതെല്ലാം നമുക്ക് വേണമെങ്കിൽ, ഇനിയിപ്പോൾ വേറെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഹോസ്പിറ്റൽസ് എല്ലാം പേഷ്യൻസ് ആണ്. എന്നാൽ ഓരോ പേഷ്യൻറ്റിനും കൊടുക്കുന്ന സർവീസ് എന്ന് പറയുന്നത് അവരുടെ അസുഖത്തിനനുസരിച്ച് വ്യത്യാസമായിരിക്കും. ഒരാളോട് ലാബിൽ പോകാനായിരിക്കും, ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനായിട്ടായിരിക്കും പറയുന്നുണ്ടാവുക, വേറൊരാൾ ചിലപ്പോൾ ICUവിലായിരിക്കും. കണ്ടോ, അവിടെ നമ്മൾ കൊടുക്കുന്ന സർവീസസ് എന്ന് പറയുന്നത് ഓരോ കസ്റ്റമേഴ്സിൻ്റെയും നീഡ്സ് അനുസരിച്ചിട്ടാണ് അവരെ നമ്മൾ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദെൻ അത്തരത്തിൽ പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുക, ഇൻ്റർമിറ്റൻറ്റ് പ്രോസസ്സ് എന്ന് പറയുക, ഇൻ്റർമിറ്റൻറ്റ് പ്രൊഡക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻ്റർമിറ്റൻറ്റ് പ്രൊഡക്ഷൻ പ്രോസസ്സ് ഓർ ഇൻ്റർമിറ്റൻറ്റ് പ്രൊഡക്ഷൻ സിസ്റ്റം ഗുഡ്സ് ആർ പ്രൊഡ്യൂസ്ഡ് അക്കോർഡിംഗ് ടു ദ കസ്റ്റമർ നീഡ്സ്. കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ് ആൻഡ് വാണ്ട്സിനും മനസ്സിലാക്കിക്കൊണ്ട് മാത്രം പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻ്റർമിറ്റൻറ്റ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. Then next one is intermittent production system are those where the production facilities are flexible enough to handle a wide variety of product and sizes. Machine shops, hospitals, general offices, etc. അവിടെ intermittent production system are those where the production facilities are flexible. Production facilities എല്ലാം തന്നെ flexible ആണ്. Production facilities are flexible enough to handle a wide variety of production and services. അതായത് ഇൻ്റർമിറ്റൻറ്റ് ഓപ്പറേഷൻസിലെ വൈഡ് വെറൈറ്റി ഓഫ് പ്രോഡക്റ്റ് ഓർ സർവീസസ് ആർ ഓഫേർഡ് അക്കോർഡിംഗ് ടു നീഡ്സ് ആൻഡ് വാണ്ട്സ് ഓഫ് ദി കൺസ്യൂമേഴ്സ്. വൈഡ് വെറൈറ്റി ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, അവിടെ അതാണ് പറയുന്നത്, വൈഡ് വെറൈറ്റി ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആർ ഓഫേർഡ് ടു കസ്റ്റമേഴ്സ് അക്കോർഡിംഗ് ടു ദ നീഡ്സ് ആൻഡ് വാണ്ട്സ് ഓഫ് ദി കൺസ്യൂമേഴ്സ്. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായി. കൺസ്യൂമേഴ്സിൻ്റെ നീഡ്സ് ആൻഡ് വാണ്ട്സ് മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ അഭിരുചിക്ക് അനുസരിച്ചുകൊണ്ട് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ്, ആ പ്രോസസ്സിനെയാണ് ഇൻ്റർമിറ്റൻറ്റ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. ഇനി ദെൻ ഇൻ്റർമിറ്റൻറ്റ് പ്രോസസ്സിംഗ് സ്യൂട്ടബിൾ വെർ ഔട്ട്പുട്ട് റിക്വയർസ് ഡിഫറെൻറ്റ് ഓപ്പറേഷൻസ് ആൻഡ് ഡിഫറെൻറ്റ് പ്രോസസ്സിങ്. അതായത് പല രീതിയിലും ശരിക്കും അവിടെ ഔട്ട്പുട്ട് ഈസ് ഡിഫറെൻറ്റ്. കണ്ടോ, ഇൻ്റർമീഡിയറ്റ് ഓപ്പറേഷൻസിലെ അവിടെ പറയുന്നത് പ്രോസസ് റിക്വയർമെൻറ്റ്സ് ദറ്റ് മീൻസ് റിക്വയേഴ്സ് ഡിഫറെൻറ്റ് ഓപ്പറേഷൻസ് ആൻഡ് ഡിഫറെൻറ്റ് പ്രോസസ്സിങ് ഈസ് നീഡഡ് ബിക്കോസ് വെർ ഔട്ട്പുട്ട് ആർ ഡിഫറെൻറ്റ്. അതായത് പല രീതിയിലായിരിക്കണം നമ്മൾ ചെയ്യേണ്ടി വരിക, പല മെത്തേഡിലാണ് ചെയ്യേണ്ടി വരിക, അതേപോലെ തന്നെ പല പ്രോസസ്സിങ് ടെക്നിക്സിലൂടെയാണ് നമ്മളവിടെ ചെയ്യേണ്ടി വരിക. അതായത് കസ്റ്റമേഴ്സിൻ്റെ ആഗ്രഹങ്ങൾക്കോ ആവശ്യങ്ങൾക്കോ അനുസരിച്ച് നമ്മൾ പല രീതിയിൽ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അതിന് നമ്മൾ എന്ത് പറയുന്നു, ഇൻ്റർമീഡിയറ്റ് ഓപ്പറേഷൻസിലെ then അവിടെ തികച്ചും വ്യത്യസ്തമാണ്. ഇൻ ദ കേസ് പ്രൊഡക്ഷൻ ഈസ് സ്പ്ലിറ്റ് ഇൻ ടു സീരീസ് ഓഫ് മാനുഫാക്ചറിങ് സ്റ്റേജസ് ഓർ ഓപ്പറേഷൻസ്. Each process complete one line of production before starting the next process. So this process suitable to create a batch of product. This process is also suitable for all services organization such as hospitals,
ദെൻ ഞാൻ ആദ്യം പറഞ്ഞ എക്സാമ്പിളാണ് ഹോസ്പിറ്റൽസും മെഷീൻ ഷോപ്സൊക്കെ എക്സാമ്പിളായിട്ട് പറഞ്ഞിരിക്കുന്നതാണ്. അതും കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ് ആൻഡ് വാണ്ട്സ് എന്ന് പറയുന്നത് വ്യത്യാസമാണ്. To be able to produce product with different processing requirements, intermittent operations tend to be labor intensive other than the capital intensive. One of the other point is labor intensive. കണ്ടോ, labor intensive ആണ്. ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് ലേബർ ഇൻറ്റൻസീവ് എന്ന് പറയുന്നു. എന്നാൽ ശരിക്കും കണ്ടിന്യൂസ് ഓപ്പറേഷൻസിൽ നമ്മളെപ്പോഴും ക്യാപിറ്റൽ ഇൻറ്റൻസീവ് എന്നാണ് പറയുക. അപ്പോൾ എന്താ അവിടെ വ്യത്യാസം വരാനുള്ള കാരണം? ലേബർ ഇൻറ്റൻസീവ് എന്ന് പറയുമ്പോൾ അപ്പോൾ ഇൻ്റർമിറ്റൻറ്റ് ഓപ്പറേഷനിൽ കസ്റ്റമേഴ്സിൻ്റെ നീഡ്സിനനുസരിച്ച് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള റോ മെറ്റീരിയൽസ് ആവശ്യമായിട്ട് വരും, ഡിഫറെൻറ്റ് പ്രോസസ്സിങ് വേണ്ടി വരും, ഡിഫറെൻറ്റ് പ്രൊഡക്ഷൻ ടെക്നോളജീസ് വേണ്ടി വരും അല്ലേ. എല്ലാം ഒരുപോലെയല്ല. കസ്റ്റമേഴ്സിൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് നമ്മളെല്ലാം മാറ്റിയെടുത്ത് ചെയ്യേണ്ട പ്രോസസ്സിനെയാണ് ഇൻ്റർമിറ്റൻറ്റ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് ഇത്തിരി ഡിഫിക്കൽട്ടാണ്, ഡിഫറെൻറ്റ് വേ ആണ്, ഡിഫറെൻറ്റ് സ്റ്റൈലാണത് ചെയ്തെടുക്കാനായിട്ട്. സോ ലേബർ ഇൻറ്റൻസീവാണ്. അത് ചെയ്തു കൊടുക്കാനായിട്ട് ആ ലേബറിൻ്റെ എഫിഷ്യൻസി ഓർ എബിലിറ്റി അതായിരിക്കും അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരിക അല്ലേ. എന്നാൽ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിരിക്കും കണ്ടിന്യൂസ് ഓപ്പറേഷൻസിൽ വരിക. അതായത് ഇപ്പോൾ കണ്ടിന്യൂസ് ഓപ്പറേഷൻസ് എന്ന് പറയുമ്പോൾ ചില പ്രോഡക്റ്റുകൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്ത് ഒരേപോലെ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ചില മെഷീനറീസ്, ചില പ്രോഡക്റ്റുകളൊക്കെ നമ്മൾ അത്തരത്തിൽ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്ത് ഒരേപോലെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. അവിടെ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് കൂടുതൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നമുക്ക് ആവശ്യം. അല്ലാതെ പ്രോസസ്സിങ്ങിലൊന്നും യാതൊരു മാറ്റവും ഇല്ലാതെ അത് തുടർന്ന് മെഷീനറീസ് ഉപയോഗിച്ചുകൊണ്ടൊക്കെ അതിങ്ങനെ പ്രൊഡ്യൂസ് ചെയ്ത് പോയിക്കോളും. അങ്ങനെ ചെയ്യുമ്പോൾ then അവിടെ ആ ഒരു പോയിന്റിൽ ദറ്റ് ഈസ് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആണ് എവിടെ വരിക? കണ്ടിന്യൂസ് പ്രോസസ്സിൽ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആണ് വരിക. എന്നാൽ ലേബർ ഇൻറ്റൻസീവ് ആയിരിക്കും ഏതിൽ വരിക? ദറ്റ് ഈസ് ഇൻ്റർമിറ്റൻറ്റ് ഓപ്പറേഷൻസിൽ ലേബർ ഇൻറ്റൻസീവ് ആണ്. അതൊന്ന് മനസ്സിലാക്കേണ്ട പോയിൻ്റാണ്. കൂടുതലായിട്ടും ലേബേഴ്സിനാണ് അവിടെ പ്രാധാന്യം കൊടുക്കുക. വർക്കേഴ്സ് ഷുഡ് ബി ഏബിൾ ടു പെർഫോം ഡിഫറെൻറ്റ് ടാസ്ക് ഡിപ്പെൻഡിങ് അപ്പോൺ ദ പ്രോസസ്സിംഗ് നീഡ്സ് ഓഫ് ദ പ്രോഡക്റ്റ് ആർ പ്രൊഡ്യൂസ്ഡ്. Workers should be able to perform different tasks depending on the processing needs of the product produced. അതായത് ഓരോ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴും അവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ചെയ്തു കൊടുക്കണമെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള കപ്പാസിറ്റി ആ ലേബേഴ്സിന് ഉണ്ടായിരിക്കണം. സോ വർക്കേഴ്സ് ഷുഡ് ബി ഏബിൾ ടു പെർഫോം. വർക്കേഴ്സ് വളരെയധികം ഏബിൾ ആയിരിക്കണം ടു പെർഫോം ഡിഫറെൻറ്റ് ടാസ്ക് ഡിപ്പെൻഡിങ് ഓൺ ദ പ്രോസസ്സിംഗ് നീഡ്സ് ഓഫ് ദ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ്ഡ്. Then that means workers need to be flexible and able to perform different tasks as needed to different product that be produced. Many products are being produced with different processing requirements and hence it is usually not cost efficient to invest in automation for only one product type. Finally, the volume of goods produced is directly connected to the number of customer orders. Then അതിൽ തന്നെ ജോബ് ലോട്ട് മാനുഫാക്ചറിങ് എന്ന് പറയുന്നുണ്ട്. എന്താണ് ജോബ് ലോട്ട് മാനുഫാക്ചറിങ്? വെൻ ഗുഡ്സ് ആർ പ്രൊഡ്യൂസ്ഡ് അക്കോർഡിംഗ് ടു ദ ഓർഡർ ഓഫ് ദി കസ്റ്റമർ ഇറ്റ് ഈസ് നോൺ ആസ് ജോബ് ലോട്ട് മാനുഫാക്ചറിങ്. ഇൻ ദിസ് കേസ് ദ എൻറ്റയർ പ്രൊഡക്റ്റ് ഈസ് കൺസിഡേർഡ് ആസ് എ വൺ ജോബ്. ദ മെറ്റീരിയൽ ആർ പ്രൊക്യൂർഡ് on the base of bill of material prepared for each order. അതിൽ തന്നെ ചിലപ്പോൾ ജോബ് ലോട്ട് മാനുഫാക്ചറിങ് പറയാറുണ്ട്. ഈ ജോബ് ലോട്ട് മാനുഫാക്ചറിങ് എന്ന് പറയുമ്പോൾ ഒരേപോലെ ജോബ് ലോട്ട് മാനുഫാക്ചറിങ് ചില പ്രോഡക്റ്റുകൾ കസ്റ്റമേഴ്സിൻ്റെ അനുസരിച്ച് ചിലപ്പോൾ ഒരു ഓർഡർ ഉണ്ടായിരിക്കാം 5000 യൂണിറ്റ് അല്ലെങ്കിൽ 1000 യൂണിറ്റ് എന്നൊക്കെ പറയുമ്പോൾ ദെൻ ആ 1000 യൂണിറ്റിൽ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഒരേപോലെ ആയിരിക്കണം ആ പ്രോഡക്റ്റുകൾ ചെയ്യേണ്ടത്. അവിടെ വ്യത്യാസം വരുന്നില്ല, പക്ഷേ ആ ഒരു ബാച്ചാണ് അവിടെ വ്യത്യാസം വരുന്നത് അല്ലേ. ഇത്രയും യൂണിറ്റാണ്. അങ്ങനെയാണ് ഒരു ജോബ് ലോട്ട് മാനുഫാക്ചറിങ് എന്ന് പറയുന്നത്. വെൻ ഗുഡ്സ് ആർ പ്രൊഡ്യൂസ്ഡ് അക്കോർഡിംഗ് ടു ദ ഓർഡർ ഓഫ് കസ്റ്റമേഴ്സ്. അതായത് ഗുഡ്സ് എല്ലാം തന്നെ കസ്റ്റമേഴ്സിൻ്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇറ്റ് ഈസ് നോൺ ആസ് ജോബ് ലോട്ട് മാനുഫാക്ചറിങ്. അതിന് നമ്മൾ ജോബ് ലോട്ട് മാനുഫാക്ചറിങ് എന്ന് പറയുന്നുണ്ട്. ഇൻ ദിസ് കേസ് ദ എൻറ്റയർ പ്രൊഡക്ഷൻ കൺസിഡേർഡ് ആസ് വൺ ജോബ്. അവിടെ എൻറ്റയർ പ്രൊഡക്ഷൻ ഈസ് കൺസിഡേർഡ് ആസ് വൺ ജോബ്. എൻറ്റയർ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ 100 യൂണിറ്റോ അല്ലെങ്കിൽ 1000 യൂണിറ്റോ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരൊറ്റ ബാച്ചായിട്ട് കൺസിഡർ ചെയ്യുകയാണ് ചെയ്യുക.
കണ്ടോ, ദാറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ്, ഇൻ ദിസ് കേസ് എൻറ്റയർ പ്രൊഡക്റ്റ് ഈസ് കൺസിഡേർഡ് ആസ് വൺ ജോബ്. അതിനെയാണ് നമ്മൾ ഒരു ജോബായിട്ട് കൺസിഡർ ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് ജോബ് ലോട്ട് മാനുഫാക്ചറിങ്. The materials are procured on the basis of bill of material prepared for each order. Next one is merits of intermittent process. ഇത്തരത്തിലുള്ള ഇൻ്റർമിറ്റൻറ്റ് പ്രോസസ്സിൻ്റെ മെറിറ്റ്സ് എന്തൊക്കെയാണ്? If flexibility is required to intermittent flow process is best suitable. One of the advantages is flexibility. വളരെയധികം ഫ്ലെക്സിബിൾ ആണ്. It uses general purpose machines, so the cost of production may be low. രണ്ടാമത് പറയുന്ന പോയിൻ്റ്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറവായിരിക്കും. അതുപോലെ തന്നെ ജനറൽ പർപ്പസ് മെഷീൻസ്, ഇറ്റ് ഈസ് യൂസസ് ജനറൽ പർപ്പസ് മെഷീൻസ്. ദർ ഈസ് ഹൈ കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ, മാക്സിമം കപ്പാസിറ്റി, കോസ്റ്റ് കുറയുന്നു, ഇഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ഉണ്ട്. സോ മാത്രമല്ല ഇറ്റ് ഈസ് മോർ ഫ്ലെക്സിബിൾ. ലേബർ ഇൻറ്റൻസീവ് ആയതുകൊണ്ട് തന്നെ കോസ്റ്റ് കുറവാണ്. ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആണെങ്കിലാണ് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതലായിട്ട് വേണ്ടി വരാം. ദെൻ ഇവിടെ ലേബർ ഇൻറ്റൻസീവ് ആണ്. സോ കോസ്റ്റ് നമുക്ക് റിഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. What are the limitations of intermittent operations? That is, the variable costs are high for general purpose machines, so it is expensive. അതായത് വേരിയബിൾ കോസ്റ്റ് ഡിഫറെൻ്റ് ആയിരിക്കുമല്ലോ അല്ലേ, അതായത് ഓരോ പ്രൊഡക്റ്റും ഓരോന്നായതുകൊണ്ട് സോ നമുക്ക് വേരിയബിൾ കോസ്റ്റ് ഡിഫറെൻ്റ് ആയിരിക്കും. വേരിയബിൾ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്, അതുകൊണ്ട് തന്നെ എക്സ്പെൻസ് കൂടാം. പ്ലാനിങ് ആൻഡ് കൺട്രോൾ ഓഫ് ജോബ് ഈസ് ഡിഫിക്കൽട്ട് ടാസ്ക്. ഓരോ പ്രോഡക്റ്റും നമുക്ക് പ്ലാൻ ചെയ്യാം, അത് ഡിസൈൻ ചെയ്യുക, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെടുക എന്നൊക്കെ പറയുന്നത് ഇൻ്റർമിറ്റൻറ്റ് ഓപ്പറേഷൻസിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ഡിഫിക്കൽട്ടാണ്. നമുക്കറിയാലോ, ഒരാൾക്ക് ചെയ്തു കൊടുത്ത പോലെയല്ല മറ്റൊരാൾക്ക് എന്ന് പറയുന്നതാണ് ഇൻ്റർമിറ്റൻറ്റ് ഓപ്പറേഷൻ്റെ മറ്റൊരു പ്രത്യേകത. അപ്പോൾ ഓരോ കസ്റ്റമേഴ്സിനും ഡിഫറെൻ്റ് ആയതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ടാസ്ക് തന്നെ ഡിഫറെൻ്റ് ആയിട്ട് വരാം. അവിടെ പ്ലാനിങ് ആൻഡ് കൺട്രോൾ ഓഫ് ജോബ് ഈസ് എ ഡിഫിക്കൽട്ട് ടാസ്ക്. അതൊരു ഡിഫിക്കൽട്ട് ടാസ്ക്കായിട്ട് കൺസിഡർ ചെയ്യേണ്ടതായിട്ട് വരും. ദർ ഈസ് എ പോസിബിലിറ്റി ഓഫ് ഐഡിലിംഗ് ഓഫ് റിസോഴ്സസ്. അവിടെ റിസോഴ്സസിൻ്റെ ഉപയോഗപ്പെടുത്താതെ കെടുക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇറ്റ് വിൽ ക്രിയേറ്റ് എ ലാർജ് പ്രോസസ് ഇൻവെൻറ്ററി. മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെൻറ്റ്സ് യൂസ്ഡ് അണ്ടർ ദിസ് സിസ്റ്റം ഈസ് കോസ്റ്റ്ലി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് അതിൻ്റെ ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത്. അതൊക്കെ വേരിയബിൾ കോസ്റ്റ് ഈസ് വെരി ഹൈ, വേരിയബിൾ കോസ്റ്റ് കൂടാനായിട്ട് സാധ്യതയുണ്ട്. സോ ഇറ്റ് ഈസ് എക്സ്പെൻസീവ്. ഇൻ്റർമിറ്റൻറ്റ് ഓപ്പറേഷൻസിൻ്റെ വൺ ഓഫ് ദി ലിമിറ്റേഷൻ വേരിയബിൾ കോസ്റ്റ് ഈസ് ഹൈ. നെക്സ്റ്റ് വൺ ഈസ് പ്ലാനിങ് ആൻഡ് കൺട്രോളിങ് ഈസ് എ ഡിഫിക്കൽട്ട് ടാസ്ക്. അത് നമുക്ക് ഊഹിച്ചാൽ അറിയാവുന്നൊരു പോയിൻ്റാണ്. പ്ലാനിങ് ആൻഡ് കൺട്രോളിങ് ഈസ് എ ഡിഫിക്കൽട്ട് ടാസ്ക്. ദെൻ ദർ ഈസ് എ പോസിബിലിറ്റി ഓഫ് ഐഡ്ലിംഗ് റിസോഴ്സസ്. അതായത് റിസോഴ്സസ് ഇഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാതെ കിടക്കേണ്ടി വരും. ദെൻ ഇറ്റ് വിൽ ക്രിയേറ്റ് എ ലാർജ് പ്രോസസ് ഇൻവെൻറ്ററി. മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെൻറ്റ്സ് യൂസ്ഡ് അണ്ടർ ദിസ് സിസ്റ്റം ഈസ് കോസ്റ്റ്ലി. Intermittent operations are divided into project processor, batch process, etc. രണ്ട് തരത്തിൽ നമുക്ക് ഇൻ്റർമിറ്റൻറ്റ് ഓപ്പറേഷൻസിനെ ക്ലാസിഫൈ ചെയ്യാം. പ്രോജക്റ്റ് പ്രോസസ് ആൻഡ് ബാച്ച് പ്രോസസ്. ഏതാണ് രണ്ട് തരത്തിൽ നമുക്ക് ഓരോ പ്രോജക്റ്റിനും വേണ്ടിയിട്ടുള്ള. അപ്പോൾ രണ്ട് പോയിൻറ്റുകൾ നമ്മളിവിടെ പറഞ്ഞു. ഒന്ന്, ഇൻ്റർമിറ്റൻറ്റ് ഓപ്പറേഷൻസ് ലാബ് ഇൻറ്റൻസീവ് ആയിരിക്കണം. അതേപോലെ തന്നെ ജോബ് ലോട്ട് മാനുഫാക്ചറിങ് എന്ന് പറയുന്നത് ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ദറ്റ് ഈസ് ഇൻ്റർമിറ്റൻറ്റ് ഓപ്പറേഷൻസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ദെൻ നെക്സ്റ്റ്, ഇൻ്റർമിറ്റൻറ്റ് ഓപ്പറേഷൻസിലെ സബ് പോയിൻറ്റ്സ് എന്ന് പറയുന്നത് ടൈപ്സ്. രണ്ട് തരത്തിൽ നമുക്ക് അതിനെ ക്ലാസിഫൈ ചെയ്യാം. ദറ്റ് ഈസ് പ്രോജക്റ്റ് ഓപ്പറേഷൻസ് ആൻഡ് ദറ്റ് ഈസ് പ്രോജക്റ്റ് പ്രോസസ് ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ബാച്ച് പ്രോസസ്. പ്രോജക്റ്റ് പ്രോസസ് and batch process. Then intermittent operations, it may be classified into two, that is project process and batch process. Project process, a project is an organized program of investigation and activity carried out to reach a defined goal, often a non-recurring nature with a specified terminal point. Project processes are used to make one at a time product
exactly to customer satisfaction or customer specification. These processes are used when there is a high customization and low product volume because each product is different. Then ഇവിടെ പ്രോജക്റ്റ് രണ്ട് തരത്തിൽ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഒന്ന് പ്രോജക്റ്റ് പ്രോസസ്സും മറ്റൊന്ന് ബാച്ച് പ്രോസസ്സുമാണ്. പ്രോജക്റ്റ് പ്രോസസ്സിലെ ഒരു പ്രോജക്റ്റ് അത് ഒരു ഇപ്പോൾ കൺസ്ട്രക്ഷൻ ഓഫ് എ ബിൽഡിംഗ് എന്ന് പറയാം. അതേപോലെ തന്നെ ടൈലറിങ്, കസ്റ്റം ടൈലറിങ്, ഇൻറ്റീരിയർ ഡിസൈനിങ്, then medical procedures, creation of artwork. These are the example of project process. അതൊക്കെ ഒരു പ്രോജക്റ്റ് പ്രോസസ്സിന് നമുക്ക് എക്സാമ്പിളായിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ അവിടെ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എന്താ പ്രോജക്റ്റ് പ്രോസസ്സും ബാച്ച് പ്രോസസ്സും. അതായത് ഇൻഡിവിജ്വലി ഓരോ പ്രോജക്റ്റിനും പ്രാധാന്യം കൊടുക്കുന്നതാണ് പ്രോജക്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത്, അല്ലേ? ആർട്ട് വർക്ക് ഒരു എക്സാമ്പിളായിട്ട് നമ്മൾ എടുത്തു, ആർട്ട് വർക്ക്. അതേപോലെ തന്നെ ഹോസ്പിറ്റൽ സർവീസസ് ഉണ്ടോ, ഹോസ്പിറ്റൽ സർവീസസ്, ടൈലറിങ് എന്നൊക്കെ പറയുന്നത് അവിടെ നിന്ന് അതൊരു എല്ലാം എന്താണ് ഒരു കൺസ്ട്രക്ഷൻ ഓഫ് ബിൽഡിംഗ് ഒക്കെ ഒരു സെപ്പറേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യും. ആ ഒരു പ്രോജക്റ്റിനെയാണ് നമ്മളവിടെ എന്താ പറയുന്നത്. അപ്പോൾ ഇൻ്റർമിറ്റൻ്റ് ഓപ്പറേഷൻസിൽ തന്നെ രണ്ട് തരത്തിലാവാം. ഒന്ന് പ്രോജക്റ്റ് പ്രോസസ്സിങ്ങും മറ്റൊന്ന് ബാച്ച് പ്രോസസ്സിങ്ങുമാണ്. പ്രോജക്റ്റ് പ്രോസസ്സിങ് എന്ന് പറയുന്നത് ദാറ്റ് മീൻസ് പ്രോജക്റ്റ് ഈസ് ആൻ ഓർഗനൈസ്ഡ് പ്രോഗ്രാം of investigation and activity carried out to reach a defined goal, often a non-recurring nature with a specified terminal point. Project process are used to make a one at a time product exactly to the customer specification. അവിടെ നോൺ റിക്കറിങ് നേച്ചർ, അതായത് ഒരു ബിൽഡിംഗ് പിന്നെ വീണ്ടും അതുപോലെ തന്നെ പണിയുന്നില്ല, അത് ഒരേപോലെ, അത് തികച്ചും ഡിഫറെൻ്റ് ആണ് എന്ന് പറയുന്ന പോലെ. അതേപോലെ തന്നെ ഒരു പേഷ്യൻറ്റിന് കൊടുക്കുന്ന സർവീസും മറ്റൊരു പേഷ്യൻറ്റിന് കൊടുക്കുന്ന സർവീസും ഡിഫറെൻ്റ് ആണ് എന്ന് പറയുമ്പോൾ ഇവിടെയൊക്കെ എന്താണ്, ഓരോ പ്രോജക്റ്റുകളായിട്ടാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. ദെൻ എക്സാക്ട്ലി അത് എന്തായിരിക്കും, എക്സാക്ട്ലി കസ്റ്റമർ സ്പെസിഫിക്കേഷനാണ്, എക്സാക്ട്ലി കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനാണ്. കസ്റ്റമർ പറയുന്നതിനനുസരിച്ച് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മളെന്താ പറയുക, പ്രോജക്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ദെൻ ഇൻറ്റീരിയർ ഡിസൈനിങ്, ആർട്ട് വർക്ക്, അല്ലേ, മെഡിക്കൽ പ്രൊസീജിയേഴ്സ്, കൺസ്ട്രക്ഷൻ ഓഫ് ഷിപ്പ് ബിൽഡിംഗ് എക്സെട്ര. That means with the project process the customs is usually involved in deciding on the design of the product. Second one is ബാച്ച് പ്രോസസ്. സെക്കൻഡ് വൺ പറയുന്നത് ബാച്ച് പ്രോസസ്സാണ്. ബാച്ച് പ്രോസസ്സസ് ആർ യൂസ്ഡ് ടു പ്രൊഡക്റ്റ് സ്മോൾ ക്വാണ്ടിറ്റീസ് ഓഫ് പ്രോഡക്റ്റ് ഇൻ ഗ്രൂപ്പ് ഓർ ബാച്ചസ് ബേസ്ഡ് ഓൺ customers orders or product specifications. The volume of each product produced are still small and there can still be the high degree of customization. Examples it can be seen in bakeries, education and printing shop etc. ബേക്കറിയിലൊക്കെ നമ്മൾ സാധാരണ പറയുക ഒരു പ്രോഡക്റ്റ് ഒരേപോലെയുള്ള പ്രോഡക്റ്റ് ഒരൊറ്റ ബാച്ചിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റുകളാണ് എന്നുള്ള രീതിയിലാണ് ബാച്ച് പ്രോസസ്സ് എന്ന് പറയുന്നത്. അവിടെ ഒരുപാട് യൂണിറ്റുകളെല്ലാം കൂടിച്ചേർന്നുകൊണ്ട് ഒരൊറ്റ പോയിൻ്റ് ഓഫ് വ്യൂയിലേക്ക് കൊണ്ടുവരികയാണ്. അതേപോലെ തന്നെ എഡ്യൂക്കേഷൻ, ഇപ്പം നമ്മൾ സാധാരണ പറയുക 2018 അഡ്മിഷൻ ഒരൊറ്റ ബാച്ചാണ്, 2019 അഡ്മിഷൻ, 2017 അഡ്മിഷൻ എന്നൊക്കെ പറയും. ഇപ്പോൾ നിങ്ങളൊക്കെ 2019 അഡ്മിഷൻ ഒറ്റ ബാച്ചായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. അതിൻ്റെ പാസ് ഔട്ട് അതേപോലെ തന്നെ ആ ഒരു ബാച്ച് എന്നുള്ള രീതിയിലാണ് അറിയപ്പെടുക. എഡ്യൂക്കേഷൻ ബാച്ച് വൈസ് ആണ്, അതിൻ്റെ ഔട്ട്പുട്ട് ബാച്ച് വൈസ് ആയിട്ടുള്ള റിസൾട്ടാണ് നമുക്കത് പ്രദാനം ചെയ്യാം അല്ലോ. അപ്പോൾ ഓരോ ബാച്ചിന് പ്രൊവൈഡ് ചെയ്യുക. ബേക്കറി വൺ ഓഫ് ദി എക്സാമ്പിൾ. അപ്പോൾ ഇൻ്റർമിറ്റൻ്റ് ഓപ്പറേഷൻസ് രണ്ട് തരത്തിലാവാം. ഒന്ന് പ്രോജക്റ്റ് പ്രോസസ്സും അതുപോലെ മറ്റൊന്ന് ബാച്ച് പ്രോസസ്സുമാണ് നമ്മളവിടെ കൺസിഡർ ചെയ്യുന്നത്. Batch process are used to produce small quantities of product in groups or batches based on customer orders or product specifications. The volume of each product produced are still small and there can still be high degree of customization. And that can be examples can be seen in bakeries, education and printing shops. Then next one is second one is continuous process. ഇനി നമുക്ക് പഠിക്കാനുള്ളത് കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഇനി അപ്പോൾ നമ്മൾ ആദ്യം എന്താണ് ഇൻ്റർമിറ്റൻ്റ് ഓപ്പറേഷൻസ് എന്ന് പഠിച്ചു. ഇൻ്റർമിറ്റൻ്റ് ഓപ്പറേഷൻസിൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ആർ പ്രൊഡ്യൂസ് അക്കോർഡിംഗ് ടു ദ നീഡ്സ് ആൻഡ് വാണ്ട്സ് ഓഫ് ദി കസ്റ്റമർ ഓർ customer specification is the important element of intermittent operations. Then second classification
ഓഫ് പ്രോസസ് സെലക്ഷനിലെ കണ്ടിന്യൂസ് പ്രോസസ്സ്. എന്താണ് ഇനി കണ്ടിന്യൂസ് പ്രോസസ്സ് എന്ന് പറയുന്നത്? കണ്ടിന്യൂസ് പ്രോസസ്സ്, ദ സ്റ്റാൻഡേർഡ് പ്രൊഡക്റ്റ് ആർ ക്യാരിഡ് ഓൺ ഫ്ലോ ബേസിസ് അറ്റ് എ പ്രീ ഡിറ്റർമിൻഡ് റേറ്റ്. ഹിയർ മാസ് പ്രൊഡക്ഷൻ ഈസ് ക്യാരിഡ് ഔട്ട് കണ്ടിന്യൂസ്ലി for stock in anticipation of demand. Sometimes the continuous production is also made according to the customer order, provided it is fairly too large and it is consistent with the production line. Due to standard production, product design remains constant. The number of operations and the sequence of operations are also remain the same. Then അവിടെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മാസ് പ്രൊഡക്ഷൻ ഓപ്പറേഷൻസ്. മാസ് പ്രൊഡക്ഷൻ ഇപ്പോൾ നമ്മളിപ്പോൾ ഓട്ടോമൊബൈലിൻ്റെ ടയറുകളൊക്കെ നമുക്ക് എക്സാമ്പിളായിട്ട് എടുക്കാം. അങ്ങനെയൊക്കെ പറയാൻ പറ്റും. കാരണം എന്താ, മാസ് പ്രൊഡക്ഷൻ ചില പ്രോഡക്റ്റുകൾ കൂടുതലായിട്ട്, ചില ഡൈ അതൊക്കെ എന്താ കൂടുതലായിട്ട് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. അവിടെ നമുക്ക് യാതൊരു സ്പെസിഫിക്കേഷനൊന്നും നോക്കുന്നില്ല, അതുപോലെ തന്നെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അവിടെ മിക്കവാറും അത് കസ്റ്റമേഴ്സിൻ്റെ ആഗ്രഹത്തിനനുസരിച്ച്, കസ്റ്റമർ പറയുന്നതിനനുസരിച്ചിട്ട് തന്നെയാണ് നമ്മളത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവുക. പക്ഷേ ഓരോ കസ്റ്റമേഴ്സിൻ്റെയും നീഡ്സ് ഒന്നല്ല, അതൊരു മാസ് പ്രൊഡക്ഷനാണ്. അപ്പോൾ കണ്ടിന്യൂസ് ഓപ്പറേഷൻസിൽ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് അവിടെ ഒരു മാസ് പ്രൊഡക്ഷൻ ആയിരിക്കും. ധാരാളം യൂണിറ്റുകൾ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ് ഇതിലെ കണ്ടിന്യൂസ് ഓപ്പറേഷൻസിൽ വരിക അല്ലേ. അപ്പോൾ ദെൻ കണ്ടിന്യൂസ് ഓപ്പറേഷൻസിലെ ഇൻ ദ കണ്ടിന്യൂസ് പ്രോസസ് ദ സ്റ്റാൻഡേർഡ് പ്രൊഡക്റ്റ് ആർ ക്യാരിഡ് ഓൺ ഫ്ലോ ബേസിസ് അറ്റ് എ പ്രീ ഡിറ്റർമിൻഡ് റേറ്റ്. Here, mass production is carried out continuously for stock in anticipation of demand. Sometimes the continuous production is also made according to customers' orders, provided it is fairly too large and it is consistent with the production line. Due to standard production, the product design remains constant. The number of operations and the sequence of operations also remains the same. So, continuous production ഈസ് ക്യാപിറ്റൽ ഇൻറ്റൻസീവ്. കണ്ടോ, ഇൻ്റർമിറ്റൻ്റ് എന്ന് പറയുമ്പോൾ ലേബർ ഇൻറ്റൻസീവ് ആയിരുന്നുവെങ്കിൽ കണ്ടിന്യൂസ് ഓപ്പറേഷൻസിൽ ക്യാപിറ്റൽ ഇൻറ്റൻസീവാണ്. ക്യാപിറ്റൽ ഇൻറ്റൻസീവ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അതിനാവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് ഉണ്ടോ, അതിനാവശ്യമായിട്ടുള്ള മെഷീനറീസ് ഉണ്ടോ എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് കൂടുതലായിട്ടും അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിലാണ് കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടത്. അപ്പോൾ പ്രൊഡക്ഷൻ ഒരു ബ്ലോക്കും ഇല്ലാതെ കൂടുതൽ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള ഫെസിലിറ്റീസ് ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് കണ്ടിന്യൂസ് പ്രോസസ്സിൽ വരിക. സോ ദറ്റ് ഈസ് എ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആണ് ഇതിലെ, ദറ്റ് ഈസ് കണ്ടിന്യൂസ് പ്രോസസ്സിൽ വരിക. Then often these facilities rely on automatic and technology to improve efficiency and increase output rather than on labor skill. The volume product is produced is usually based on the forecast of future demand rather than on direct customer orders. Then next one is merits of continuous process. അപ്പോൾ ഓരോന്നിനും, അതായത് ഇൻ്റർമിറ്റൻറ്റ് പ്രോസസ്സിനാണെങ്കിലും കണ്ടിന്യൂസ് പ്രോസസ്സിനാണെങ്കിലും അതിൻ്റേതായിട്ടുള്ള മെറിറ്റ്സോ ഡിമെറിറ്റ്സോ ഉണ്ടായിരിക്കാം. കണ്ടിന്യൂസ് പ്രോസസ്സിൻ്റെ മെറിറ്റ്സ് എന്ന് പറയുന്നത് ദർ ഈസ് കൺസിഡറബിൾ എമൗണ്ട് ഓഫ് ഇഫർട്ട് ഈസ് റിക്വയർഡ് ടു ഇംപ്ലിമെൻറ്റ് ദ കണ്ടിന്യൂസ് ഫ്ലോ പ്രോസസ്. ഇറ്റ് പ്രൊവൈഡ്സ് മച്ച് സിംപ്ലിസിറ്റി ഇൻ ഓപ്പറേഷൻ. അതായത് ഒരു കൺഫ്യൂഷനും ഇല്ല അല്ലേ. കണ്ടിന്യൂസ് പ്രോസസ്സാണെങ്കിൽ ഒരു കൺഫ്യൂഷനും ഇല്ല, ഈസി ആയിട്ട് നമുക്ക് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓരോ കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ് ഒന്നും വ്യത്യാസമല്ല, ഒരേപോലെ നമുക്ക് ബൾക്കായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇറ്റ് പ്രൊവൈഡ്സ് മച്ച് സിംപ്ലിസിറ്റി ഇൻ ഓപ്പറേഷൻ. അതിൻ്റെ ഓപ്പറേഷൻ പ്രോസസ്സിൽ ഇത്തിരി കൂടെ സിമ്പിളായിരിക്കണം എന്നുള്ളതാണ്. ഇറ്റ് പ്രൊവൈഡ്സ് മച്ച് സിംപ്ലിസിറ്റി ഇൻ ഓപ്പറേഷൻ. സെക്കൻഡ് പോയിൻറ്റിലെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ പെർ യൂണിറ്റ് ഈസ് ലോ. അതായത് ബൾക്ക് പ്രൊഡക്ഷൻ ലീഡ്സ് ടു റിഡ്യൂസ് ദ കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് എ പ്രോഡക്റ്റ്. അപ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ പെർ യൂണിറ്റ് ഈസ് ലോ എന്ന് പറയുമ്പോൾ പ്രൊഡക്ഷൻ കോസ്റ്റ് കുറയ്ക്കാനായിട്ട് സാധിക്കും. ദ ഓപ്പറേഷൻസ് ഓഫ് മെഷീൻസ് ആർ സിമ്പിൾ. മെഷീൻസിൻ്റെ ഓപ്പറേഷൻസ് വളരെ സിമ്പിളാണ്. ദ മാനേജീരിയൽ കൺട്രോൾ ഈസ് ഓൾസോ സിമ്പിൾ. അപ്പോൾ കണ്ടിന്യൂസ് ഓപ്പറേഷൻസിനെ സംബന്ധിച്ചിടത്തോളം അവിടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറവായിരിക്കും. അതുപോലെ തന്നെ അതിൻ്റെ പ്രോസസ്സ് വളരെ സിമ്പിളാണ്. മാനേജീരിയൽ കൺട്രോൾ സിമ്പിളാണ്. അതേപോലെ തന്നെ ബൾക്ക് പ്രൊഡക്ഷൻ ദാറ്റ് ലീഡ്സ് ടു കോസ്റ്റ് പെർ യൂണിറ്റ് ഈസ് ഓൾസോ വെരി ലോ. എല്ലാം കുറവായിരിക്കും. അപ്പോൾ ഒന്നുകൂടെ ഈസിയാണ് നമുക്ക് ആലോചിക്കുമ്പോൾ തന്നെ ഇത് കണ്ടിന്യൂസ് പ്രോസസ്സ് എന്ന് പറയുന്നത്.
ഇനി ലിമിറ്റേഷൻസ് ഓഫ് കണ്ടിന്യൂസ് പ്രൊഡക്ഷൻ പ്രോസസ്സിൻ്റെ ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത് ദർ വിൽ ബി സ്റ്റോപ്പേജ് ഓഫ് പ്രൊഡക്ഷൻ ഇഫ് ദർ ഇസ് എ ബ്രേക്ക് ഡൗൺ ഓഫ് മെഷീനറി. അവിടെ നമുക്ക് എന്താണ് വൺ ഓഫ് ദി ലിമിറ്റേഷൻ എന്ന് പറയുന്നത്, കണ്ടിന്യൂസ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചില മെഷീനറീസൊക്കെ ബ്രേക്ക് ഡൗൺ ആവാം, അങ്ങനെയുള്ള കോസ്റ്റുകളൊക്കെ വരാനായിട്ട് സാധ്യതയുണ്ട്. ഇറ്റ് ഡിഫിക്കൽട്ട് ടു അഡാപ്റ്റ് എ ഡിഫറെൻറ്റ് ലൈൻ ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ഓപ്പറേഷൻ. അതായത് ഒരേപോലെ പ്രൊഡ്യൂസ് ചെയ്യുന്നിടത്ത് ഡിഫറെൻ്റ് ആയിട്ടുള്ള അപ്രോച്ച് കൊണ്ടുവരിക എന്ന് പറയുന്നതും ഒരു ഡിഫറെൻറ്റ് പ്രോസസ്സാണ്. ദെൻ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു ചേഞ്ച് ഔട്ട്പുട്ട് റേറ്റ്. അതായത് ഓരോ ഔട്ട്പുട്ടിൻ്റെ റേറ്റുകളെക്കുറിച്ചും റേറ്റ് കൂട്ടാനോ കുറയ്ക്കാനോ പറ്റില്ല. പക്ഷേ കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ് അനുസരിച്ചിട്ടാണ്, സ്പെസിഫിക്കേഷൻ അനുസരിച്ചാണെങ്കിൽ ചില പ്രോഡക്റ്റുകൾക്ക് കൂടുതൽ എമൗണ്ടും മറ്റ് ചില പ്രോഡക്റ്റുകൾക്ക് കുറവ് എമൗണ്ടൊക്കെ ആയിട്ട് നമുക്ക് കൂട്ടാനോ കുറയ്ക്കാനോ സാധിക്കും. പക്ഷേ ഇവിടെ കണ്ടിന്യൂസ് പ്രോസസ്സിലെ ഔട്ട്പുട്ട് റേറ്റ് എപ്പോഴും എന്തായിരിക്കണം, കോമൺ ആയിരിക്കണം. The tasks are repetitive in nature, so it causes monotonous. Monotonous എന്ന് പറയുമ്പോൾ ഒരേപോലെ ആയതുകൊണ്ട് then there is ഒരു വിരസത നമുക്കതിൽ അനുഭവപ്പെടാം. monotonous. The initial project cost is too high. ശരിക്കും നമുക്ക് കോസ്റ്റ് പെർ യൂണിറ്റ് കുറയും, പക്ഷേ ഒരു പ്രൊഡക്ഷൻ സിസ്റ്റം, അതിൻ്റെ ഒരു അത് ഫോം ചെയ്യാനായിട്ട് ഇനീഷ്യലായിട്ട് അതിനാവശ്യമായിട്ടുള്ള മെഷീനറീസ് കൊണ്ടുവരണം, അതെല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്യണം. അങ്ങനെയൊക്കെ പറയുമ്പോൾ ശരിക്കും ഒരു ഇൻഡസ്ട്രിയിൽ അത് ആരംഭിക്കാനായിട്ടുള്ള ഇനീഷ്യൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും. ഇനീഷ്യൽ കോസ്റ്റ് ഹൈ ആയതിനു ശേഷം ബൾക്കായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് അവിടെ എന്ത് കുറയുന്നത്, കോസ്റ്റ് പെർ യൂണിറ്റ് കുറയാം. അത് നിങ്ങൾക്ക് ഊഹിച്ചാൽ അറിയാലോ. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടിന്യൂസ് പ്രോസസ്സിൽ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതലും, എന്നാൽ കോസ്റ്റ് പെർ യൂണിറ്റ് കുറവായിരിക്കും. Then there is a possibility of obsolescence of the process. This is again a big challenge. Obsolescence, കാലതാമസം, കാലപ്പഴക്കം ഒക്കെ വരാം. അതൊരു പിന്നെ മാറ്റേണ്ടതായിട്ട് വരും. അതൊക്കെ നമുക്ക് വളരെയധികം എക്സ്പെൻസീവായിട്ട് മാറാം. ഇനി കണ്ടിന്യൂസ് പ്രോസസ്സിനെ അഗെയിൻ നമുക്ക് ഇതേപോലെ തന്നെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ലൈൻ പ്രോസസ്സസ് ആൻഡ് കണ്ടിന്യൂസ് പ്രോസസ്സസ്. കണ്ടിന്യൂസ് പ്രോസസ്സിനെ രണ്ടായിട്ട് വീണ്ടും തരംതിരിക്കുകയാണ്. ദാറ്റ് ഈസ് ലൈൻ പ്രോസസ്സസ് ആൻഡ് കണ്ടിന്യൂസ് പ്രോസസ്സസ്. ഞാൻ അവിടെ കണ്ടിന്യൂസ് ഓപ്പറേഷൻസിലെ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആണെന്ന് പറഞ്ഞു. ഇനി എങ്ങനെയാണ് കണ്ടിന്യൂസ് ഓപ്പറേഷൻ്റെ പ്രോസസ്സുകൾ ഏതൊക്കെയാണ് വരിക എന്ന് ചോദിക്കുമ്പോൾ, ഫസ്റ്റ് വൺ ഈസ് ലൈൻ പ്രോസസ്സസ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് കണ്ടിന്യൂസ് പ്രോസസ്സസ്. ദെൻ ലൈൻ പ്രോസസ്സസ് ആർ ഡിസൈൻഡ് ടു പ്രൊഡ്യൂസ് എ ലാർജ് വോള്യൂം ഓഫ് എ സ്റ്റാൻഡർഡൈസ്ഡ് പ്രോഡക്റ്റ് ഫോർ മാസ് പ്രൊഡക്ഷൻ. While line processes, the product that is produced is made in high volume with little or no customization. Think of a typical assembly line that produces everything from cars, computers, television set, shoes, candy bars, ഈവൻ ഫുഡ് ഐറ്റംസ്. ഇതെല്ലാം ഓരോ ലൈൻ പ്രോസസ്സിംഗ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യാറുള്ളത്. അപ്പോൾ ദെൻ മേക്കിംഗ് ഷൂസ്, ടെലിവിഷൻ സെറ്റുകൾ, ദെൻ അതുപോലെ തന്നെ പ്രൊഡക്ഷൻ പ്രോസസ്സ് റിലേറ്റഡ് ടു കമ്പ്യൂട്ടേഴ്സ്, ഇതൊക്കെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ്സാണ്. അതൊരു ലൈൻ പ്രോസസ്സ് എന്നുള്ള പേരിലാണ് അതിനെ അറിയപ്പെടുക. മാസ് പ്രൊഡക്ഷനാണ് അവിടെ വരുന്നത്. ദറ്റ് ഈസ് ലൈൻ പ്രോസസ്സ് ആർ ഡിസൈൻ ടു പ്രൊഡ്യൂസ് ലാർജ് വോള്യൂം ഓഫ് സ്റ്റാൻഡേർഡൈസ്ഡ് പ്രോഡക്റ്റ്. ഒരു സ്റ്റാൻഡേർഡ്, പ്രീ ഡിറ്റർമിൻ സ്റ്റാൻഡേർഡ് ഉണ്ട്. ആ സ്റ്റാൻഡേർഡിനനുസരിച്ചിട്ടുള്ള പ്രോഡക്റ്റുകൾ നമ്മൾ ഇതുപോലെ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. ലൈൻ പ്രോസസ് ആർ ഡിസൈൻ ടു പ്രൊഡ്യൂസ് എ ലാർജ് വോള്യൂം ഓഫ് സ്റ്റാൻഡേർഡൈസ്ഡ് പ്രോഡക്റ്റ് ഫോർ മാസ് പ്രൊഡക്ഷൻ. വിത്ത് ലൈൻ പ്രോസസ്സസ് the product is produced is made in high volume with little or no customization. Think of typical assembly line that produces everything from cars, computers, television set, shoes, candy bars, then even food items. ഇതൊക്കെ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് എടുക്കാനായിട്ട് സാധിക്കും. Then next one is continuous production process. ലാസ്റ്റ് പോയിൻ്റ് ആണ് കണ്ടിന്യൂസ് പ്രൊഡക്ഷൻ പ്രോസസ്സ്. കണ്ടിന്യൂസ് പ്രൊഡക്ഷൻ പ്രോസസ്സിലെ നമുക്ക് എക്സാമ്പിൾ ലിക്വിഡ് ദറ്റ് ഈസ് കണ്ടിന്യൂസ് പ്രോസസ് ഓപ്പറേറ്റ് കണ്ടിന്യൂസ്ലി ടു പ്രൊഡ്യൂസ് എ വെരി ഹൈ വോള്യൂം ഓഫ് ഫുള്ളി സ്റ്റാൻഡേർഡൈസ്ഡ് പ്രോഡക്റ്റ്. എക്സാമ്പിൾസ് ഇൻക്ലൂഡ് റിഫൈനറീസ്, വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്സ്, certain
paint facilities. The products produced by continuous process are usually in continual rather than discrete units, such as liquid or gas. These facilities are usually highly capital intensive and automated. ഇതിനെല്ലാം നമുക്ക് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് എന്ന് പറയാനായിട്ട് സാധിക്കും. അതായത് ലിക്വിഡ് പെട്രോളിയം, ഗ്യാസ്, ലിക്വിഡ് ഐറ്റംസ്, അല്ലെങ്കിൽ അതായത് ഇതൊക്കെ കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഒരു മെഷീനറി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സാധാരണ രീതിയിൽ ഇപ്പോൾ പെയിൻറ്റുകളൊക്കെ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ മിക്സ്ചേഴ്സ്, അതിൻ്റെ മെഷീനറീസ്, അതൊക്കെ നിങ്ങൾക്ക് ചില ഇൻഡസ്ട്രീസിലൊക്കെ പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അപ്പോൾ അവിടെ കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അതിങ്ങനെ അതേ തന്നെ മിക്സ്ചേഴ്സ് നമ്മൾ ഇട്ട് കൊടുത്ത് ഒരേപോലെയുള്ള ഒരുപാട് പ്രോഡക്റ്റുകൾ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് കണ്ടിന്യൂസ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ദെൻ അവിടെ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ കണ്ടിന്യൂസ് പ്രോസസ് ആർ യൂഷ്വലി ഇൻ കണ്ടിന്യൂവൽ rather than discrete units. അതായത് ഡിസ്ക്രീറ്റ് അല്ലാതെ തന്നെ കണ്ടിന്യൂസ് എന്ന് തന്നെയാണ് പറയുക. സച്ച് ആസ് ലിക്വിഡ്, ഏതൊക്കെയായിരിക്കും? സച്ച് ആസ് ലിക്വിഡ് ഓർ ഗ്യാസ്. ഓൾസോ ദീസ് ഫെസിലിറ്റീസ് ആർ യൂഷ്വലി ഹൈ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആൻഡ് ഓട്ടോമേറ്റഡ്. ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആവാം, അതല്ലെങ്കിൽ അതിന് നമുക്ക് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആണ്. ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത. ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്യാം. എന്തൊക്കെ പോയിൻറ്റ്സാണ് നമുക്ക് പഠിച്ചിരിക്കുന്നത്? ദറ്റ് ഈസ് what is meant by process selection. what is meant by process selection എഴുതി വെച്ചിട്ടുണ്ട്. Process selection refers to deciding on the way production of goods or services will be organized. ഏത് രീതിയിലായിരിക്കണം നമ്മളൊരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് എന്ന് പറയുന്നത്, അത് തീരുമാനിക്കുന്ന ടെക്നിക്സിനെയാണ് നമ്മളെന്ത് പറയുന്നത്? ദറ്റ് ഈസ് പ്രോസസ് സെലക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പ്രോസസ് സെലക്ഷൻ ഈസ് റെഫേഴ്സ് ടു ഡിസൈഡിങ് ഓൺ ദ വേ the production of goods or services will be organized. കണ്ടോ, ഒരു സാധനങ്ങളോ സേവനങ്ങളോ കസ്റ്റമേഴ്സിന് നമുക്ക് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ ആ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യണം. ആ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏത് രീതിയിലായിരിക്കണം എന്ന് തീരുമാനിക്കുന്ന ഒരു തിങ്കിങ് പ്രോസസ്, ദാറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ്, അത് ഏതാണെന്ന് തീരുമാനിക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് പ്രോസസ് സെലക്ഷൻ എന്ന് പറയുന്നത്. പ്രോസസ് സെലക്ഷൻ മേ ബി ക്ലാസിഫൈഡ് ഇൻ ടു ടു. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് വൺ ഈസ് intermittent process and second one is continuous process. Intermittent process, first one is intermittent operation process and second one is continuous operation process. Intermittent operations il nammal parayunnunde, intermittent production system, goods and services are produced according to customer needs. It is differentiated അക്കോർഡിംഗ് ടു കസ്റ്റമേഴ്സ് സ്പെസിഫിക്കേഷൻ. കസ്റ്റമേഴ്സിൻ്റെ ആഗ്രഹങ്ങൾക്കോ ആവശ്യങ്ങൾക്കോ അനുസരിച്ച് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മളവിടെ എന്ത് പറയുക? ഇൻ്റർമിറ്റൻറ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. എന്നാൽ കണ്ടിന്യൂസ് ഓപ്പറേഷൻസിൽ എന്ന് പറയുന്നത് ഗുഡ്സ് ആൻഡ് സർവീസസ് ആർ പ്രൊഡ്യൂസ്ഡ് അക്കോർഡിംഗ് ടു മാസ് പ്രൊഡക്ഷൻ. ധാരാളം പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഇതിൽ, ദറ്റ് ഈസ് കണ്ടിന്യൂസ് ഓപ്പറേഷൻസിൽ വരിക. ഇനി ഇൻ്റർമിറ്റൻറ്റ് ഓപ്പറേഷൻസിൽ തന്നെ വീണ്ടും ഇൻ്റർമിറ്റൻറ്റ് ഓപ്പറേഷൻ ഈസ് എ ലേബർ ഇൻറ്റൻസീവ് ആൻഡ് കണ്ടിന്യൂസ് ഓപ്പറേഷൻ ഈസ് എ ക്യാപിറ്റൽ ഇൻറ്റൻസീവ്. അത് നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. ദെൻ ഇൻ്റർമിറ്റൻറ്റ് ഓപ്പറേഷൻസ് തന്നെ ഡിഫറെൻ്റ് ആയിട്ട് വരാം. ഫസ്റ്റ് വൺ ഈസ് പ്രോജക്റ്റ് പ്രോസസ് ഓർ ബാച്ച് പ്രോസസ്. പ്രോജക്റ്റ് പ്രോസസ്സിൽ നമ്മൾ പറഞ്ഞു ഇൻഡിവിജ്വൽ കസ്റ്റമർ സ്പെസിഫിക്കേഷനാണ്. ഓരോ പ്രോഡക്റ്റും കൺസ്ട്രക്ഷൻ ഓഫ് ബിൽഡിംഗ്, ഷിപ്പ് ബിൽഡിംഗ്, ദെൻ ആർട്ട് വർക്കുകൾ, ഹോസ്പിറ്റൽസ്, ഇതൊക്കെ ഇൻഡിവിജ്വലി ഡിഫറെൻ്റ് ആണ്. സോ ദാറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് പ്രോജക്റ്റ് പ്രോസസ്. രണ്ടാമത് പറയുന്നത് ബാച്ച് പ്രോസസ്സാണ് അല്ലേ. ബാച്ച് പ്രോസസ്സിൽ നമ്മൾ ഓരോ ബാച്ച് വൈസ് ആണ്. നമുക്ക് ബേക്കറീസൊക്കെ നമുക്ക് എക്സാമ്പിളായിട്ട് പറയാം. എഡ്യൂക്കേഷനിൽ ഇപ്പോൾ ഓരോ ബാച്ച് വൈസ് 18, 19, 20 ബാച്ച് വൈസ് നമുക്കതിനെ ക്ലാസിഫൈ ചെയ്യാം. ഇതാണ് ബാച്ച് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇനി കണ്ടിന്യൂസ് ഓപ്പറേഷൻസിൽ നമ്മൾ പറഞ്ഞു രണ്ട് തരത്തിലാണ്. ഒന്ന് ലൈൻ പ്രോസസ്സും അതുപോലെ തന്നെ കണ്ടിന്യൂസ് പ്രോസസ്സും. ലൈൻ പ്രോസസ്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മളിവിടെ എക്സാമ്പിൾ പറയുന്നത് മൈനിങ് ഇൻഡസ്ട്രിയെ കുറിച്ചൊക്കെ എക്സാമ്പിളായിട്ട് പറഞ്ഞു. ദെൻ അതുപോലെ തന്നെ റോ മെറ്റീരിയൽസൊക്കെ കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിൽ ലൈൻ പ്രോസസ്സിൽ കമ്പ്യൂട്ടർ കൺസ്ട്രക്ഷൻ ഓഫ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ്, ഷൂസ്, ടെലിവിഷൻ സെറ്റുകളൊക്കെയാണ് ഓരോ ലൈനിലും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ബൾക്ക് പ്രൊഡക്ഷൻ തന്നെയാണ്. എന്നാൽ കണ്ടിന്യൂസിലാവുമ്പോൾ വേറെ ഒന്നും നോക്കാതെ തന്നെ നമ്മൾ കൂടുതലായിട്ട് എന്ത് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും? കൂടുതൽ പ്രോഡക്റ്റിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് കണ്ടിന്യൂസ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. മാസ് പ്രൊഡക്ഷൻ, അതായത് റിഫൈനറീസ്, അതേപോലെ തന്നെ നമ്മൾ റിഫൈനറീസിൽ പറയാം. പിന്നെ അതേപോലെ തന്നെ ഗ്യാസ്, പെട്രോളിയം, അത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങളൊക്കെ ഒരേപോലെ പ്രൊഡ്യൂസ് ചെയ്യുന്ന അവിടെയൊക്കെ നമുക്ക് ക്യാപിറ്റൽ ഇൻറ്റൻസീവാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മളിത് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്.
എന്താ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല, അതായത് എന്താണ് പ്രോസസ് സെലക്ഷൻ, ഏത് രീതിയിലാണ് ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുന്ന ആ ഒരു പ്രോസസ്സ്, ദറ്റ് ഈസ് അതിനെയാണ് നമ്മൾ പ്രോസസ് സെലക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഞാനത് കൺക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നോട്ട് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരാം. നിങ്ങൾ ആ നോട്ട് കുറിച്ച് വയ്ക്കുക. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ആൾ.